ഇന്നും കേരളത്തിലെ പോലും വടക്കേ ഇന്ത്യയിൽ വളരെ കൂടുതലായി കാണാം. ചില സ്വാമിജിമാരുടെ കാൽപാദം തലയിൽ വയ്ക്കാൻ വേണ്ടി ഭരണാധികാരികൾ പോയി നിൽക്കുന്ന കാഴ്ചകളൊക്കെ പത്രത്തിൽ മിററിലൊക്കെ പണ്ട് കണ്ടിരുന്നു. സനാതനധർമ്മത്തോട് അതിൻ്റെ വിളക്ക് കത്തിക്കലിനോടൊക്കെ യോജിക്കാൻ പ്രയാസമുള്ള മതങ്ങളിൽ നിന്ന് ജനിച്ചിട്ട് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ വന്നവർ പോലും ചില ആശ്രമ സങ്കേതങ്ങളിൽ ചെന്ന് പടഞ്ഞിരിക്കുകയും ആചാര്യനെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്തതായി സമീപകാല പത്രങ്ങളിൽ വാർത്തകൾ ഗംഭീരമായി വന്നിരുന്നു. അവർ കാണിച്ചത് ഭോഷ്കാണെങ്കിൽ അവരുടെ ആത്മാവിനോട് അവർ കാണിച്ച നിന്ദയാണ്. അവർ കാണിച്ചത് സത്യമാണെങ്കിൽ ഉത്തമന്മാരായ ആളുകൾ ഈ രംഗത്തുണ്ട് എന്ന് അവർ അംഗീകരിക്കുകയാണ്. തീർച്ചയായും. അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിക്കുകയെങ്കിലുമാണ്. ഇവർ പോയി നമസ്കരിച്ചവർ പോലും ഉത്തമന്മാരല്ല എന്ന് വന്നാൽ പോലും ഏതോ ഉത്തമന്മാരുണ്ട് എന്നൊരു അവബോധം കൊണ്ടാണ് അവിടെ പോയിരുന്നത്. ഇന്ത്യയുടെ ഒരു പ്രത്യേകത, കുറച്ച് കഴിയുമ്പോൾ വ്യക്തിക്ക് ഒരു ശൂന്യതാബോധമുണ്ടാവും, ദിശാബോധം നഷ്ടപ്പെടും. ഭരണാധികാരികൾക്ക് പോലും ദിശാബോധം നഷ്ടപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഇത് വളരെ കൂടുതലാണ്. കാരണം അതൊരു അക്രാമികമായ വളർച്ചയല്ല വ്യക്തിയുടെ വളർച്ച. ഇപ്പോൾ ബുഷ് സംസാരിക്കുന്ന പോലെ മൻമോഹൻ സിംഗിന് സംസാരിക്കാനാവില്ല. സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാലും പറ്റില്ല. അവിടെ പോയി പഠിച്ചിട്ട് വന്നാലും ഇത് പറ്റില്ല. കാരണം ഈ പാരമ്പര്യ ജനിതകത്തിനകത്ത് അങ്ങനെ സംസാരിക്കാൻ വയ്യാത്ത എന്തൊക്കെയുണ്ട്. കാരണം ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ മനസ്സിനെയും പ്രകൃതിയെയും ഭൂമിയെയും എല്ലാം പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ചുറ്റുപാടുകളെ അവൻ്റെ ജീവബോധമായി അംഗീകരിക്കുന്നു എന്നർത്ഥം. ഞാൻ എൻ്റെ ജീവബോധം എന്നുള്ള ഒരു സംജ്ഞയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ പറ്റാത്തത് കൊണ്ടാണ് ഇന്നത് തെറ്റാണെന്നറിയുമ്പോൾ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ഓടാൻ വേണ്ടിയുള്ളൊരു തത്രപ്പാട് തന്നെ വരുന്നത്. അത് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് കുറ്റവാളികൾ കൈവീശി ജനങ്ങളെ അഭിവാദനം ചെയ്യുകയും തൻ്റെ ഇടത്തുകൂടി നടന്നു പോവുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരത്തിൽ അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ കുറ്റവാളികളിൽ വരുന്നത് കൊണ്ടായിരിക്കണം. അത് മാറ്റി നിർത്തിയാൽ ഉത്തമന്മാർക്ക് അതിന് പറ്റുന്നില്ല. ശരിയാണ്. ഇത്തരമൊരു ദശാസന്ധിയിൽ തീർച്ചയായും രഹസ്യമായോ പരസ്യമായോ ഇവർ ഈ ശൂന്യതാബോധം നികത്താൻ അറിവിനെ തേടാതിരിക്കില്ല. ഭൗതികമെന്നോ ആധ്യാത്മികമെന്നോ എന്ത് പേര് പറഞ്ഞാലും ഒരറിവ് അതിന് അനിവാര്യമാണ് എന്നുള്ളത് തീർച്ചയാണ്. പഴയ രാജാക്കന്മാരുടെ കാലം മുതൽ നാം കണ്ടുവരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സേനാനികളെ ഉജ്ജീവിപ്പിക്കുന്നതിൽ നാം കണ്ടുവന്നത് ആധ്യാത്മിക പരിവേഷമുള്ളവരെയായിരുന്നു വളരെ കൂടുതൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ വളർന്നു വന്നതാണ് അരവിന്ദോ. അദ്ദേഹം യോഗി വര്യനുമായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സമര ചൂടിൽ ഗീതയ്ക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. കാക്ക കലൽക്കറും വിനോബ ഭാവയും തിലകനും ഗാന്ധിയും ഒക്കെ ആ വഴിയിലാണ് സഞ്ചരിച്ചത്. ഇന്ത്യൻ സമരത്തിൽ പൂർണ്ണാനന്ദയെ പോലെയും ആനന്ദജിയെ പോലെയുള്ളതായ ഒരുപാട് ആചാര്യന്മാർ പങ്കെടുത്തിരുന്നു. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഭരണം തുടങ്ങിക്കഴിഞ്ഞ് സാധു സമാജം പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഗുൽസാരിലാൽ നന്ദയുടെ നേതൃത്വത്തിൽ. അങ്ങനെ ഇതിന് ഒരു വശത്തൂടെ ഇതിനെ ശ്ലാഘിച്ചു കൊണ്ടുനടന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ പോലുള്ളവർ സ്വാമി രംഗനാഥാനന്ദയെ പോലുള്ളവരെ ഗുരുവായി സ്വീകരിക്കുകയും ഉപദേശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. സ്വാമി രംഗനാഥാനന്ദയും പൂർണ്ണാനന്ദയും അതുപോലുള്ള ആചാര്യന്മാരും അതേ രീതിയിൽ വന്നവരും ഇന്നും കേരളത്തിലെ പോലും വടക്കേ ഇന്ത്യയിൽ വളരെ കൂടുതലായി കാണാം. ചില സ്വാമിജിമാരുടെ കാൽപാദം തലയിൽ വയ്ക്കാൻ വേണ്ടി ഭരണാധികാരികൾ പോയി നിൽക്കുന്ന കാഴ്ചകളൊക്കെ പത്രത്തിൽ മിററിലൊക്കെ പണ്ട് കണ്ടിരുന്നു. വിമർശിച്ചും അനുകൂലിച്ചും എഴുതുന്നത് മാധ്യമങ്ങൾ. ഇന്ത്യയിലും മിക്കവാറും ഭരണാധികാരികളിൽ പലരും എന്തിന് സനാതനധർമ്മത്തോട് അതിൻ്റെ വിളക്ക് കത്തിക്കലിനോടൊക്കെ യോജിക്കാൻ പ്രയാസമുള്ള
മതങ്ങളിൽ നിന്ന് ജനിച്ചിട്ട് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ വന്നവർ പോലും ചില ആശ്രമ സങ്കേതങ്ങളിൽ ചെന്ന് പടഞ്ഞിരിക്കുകയും ആചാര്യനെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്തതായി സമീപകാല പത്രങ്ങളിൽ വാർത്തകൾ ഗംഭീരമായി വന്നിരുന്നു. ഓർമ്മയുണ്ടാവും ദൈവവെച്ചപ്പാടുകളൊക്കെ. അവർ കാണിച്ചത് ഭോഷ്കാണെങ്കിൽ അവരുടെ ആത്മാവിനോട് അവർ കാണിച്ച നിന്ദയാണ്. അവർ കാണിച്ചത് സത്യമാണെങ്കിൽ ഉത്തമന്മാരായ ആളുകൾ ഈ രംഗത്തുണ്ട് എന്ന് അവർ അംഗീകരിക്കുകയാണ്. തീർച്ചയായും. അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിക്കുകയെങ്കിലുമാണ്. ഇവർ പോയി നമസ്കരിച്ചവർ പോലും ഉത്തമന്മാരല്ല എന്ന് വന്നാൽ പോലും ഏതോ ഉത്തമന്മാരുണ്ട് എന്നൊരു അവബോധം കൊണ്ടാണ് അവിടെ പോയിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ പാരലായി മാറി മാറി വരുന്ന സംവിധാനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പണവും, അതായത് പല സോഴ്സുകളിൽ നിന്ന് വരുന്ന ഗവൺമെൻറ് വഴിയിലൂടെ വരുന്ന ധനവും, പൊതുജനങ്ങളിൽ നിന്ന് വരുന്ന പണവും, വിദേശങ്ങളിൽ നിന്ന് സമാഹരിക്കാവുന്ന പണവും ആധ്യാത്മിക രംഗത്തേക്ക് വരുന്നത് തടയുക എന്നുള്ളതാണ് ഇതിന് ആദ്യത്തെ വഴി.